സെപ്റ്റി ടാങ്ക് സ്മെല്ല് ചെയ്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു ഋതുവിനുള്ളത്. നമസ്കാരം വിപിൻ. നമസ്കാരം. നമ്മൾ ബിഗ് ബോസിൽ തന്നെ ഓൾഡ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഋതു മന്ത്ര, പഴയ കണ്ടസ്റ്റന്റ്. പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ. അതിനെക്കുറിച്ച് വിപിൻ എന്താ പറയാനുള്ളത്? ശരി, നിങ്ങൾ കാണുന്നുണ്ടോ ബിഗ് ബോസ്? കാണുന്നുണ്ട്. ആരാ നിങ്ങളുടെ ഫേവറേറ്റ്? ഒരു കാറിൽ വരികയായിരുന്നു ഋതു. അപ്പോൾ കുറച്ച് മീഡിയ പീപ്പിൾസ് വന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടിടയിൽ ബിഗ് ബോസിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരെന്ന് ഋതു ചോദിക്കുന്ന സമയത്ത് ആ നിൽക്കുന്ന മീഡിയാസ് ഒരു ഡൗട്ടും ഇല്ലാതെ പേരെടുത്ത് പറയുക. രേണു എന്നുള്ള പേര് അവരെടുത്ത് പറയുക, രേണു സുധി എന്നുള്ളത്. അപ്പോഴേ ഋതുവിൻ്റെ ആ ഒരു പുച്ഛഭാവമാണ് ശരിക്കും കാണാൻ പറ്റും. ശരിക്കും അത് വളരെയധികം സങ്കടപ്പെടുത്തി, ഇല്ലയെന്ന് പറയുന്നില്ല. കാര്യം അക്ബർ ഓൾറെഡി പറഞ്ഞ പോലെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ പോലെ ഒരു സെപ്റ്റി ടാങ്ക് സ്മെല്ല് ചെയ്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു ഋതുവിനുള്ളത്. മനസ്സിലായി. ഈവൻ പുള്ളിക്കാരിയും ഒരു ലേഡിയാണ്, ഋതു ഒരു ലേഡിയാണ്. ഒരു ലേഡിയെ പറ്റിയിട്ട് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ ഫേവറേറ്റ് പേഴ്സൺ അവരായിരിക്കത്തില്ല, പക്ഷെ അത് മിണ്ടാതിരിക്കുക. ഇവരൊരു പബ്ലിക് ഫിഗറാണ് അല്ലേ. ഈ ഋതു എന്ന് പറയുന്ന ഒരു ബിഗ് ബോസിൻ്റെ പഴയ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടാവും, പബ്ലിക്കിനായിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ടാവും. അവരുടെ ചോയ്സ് എന്തിനാണ് ഈ പബ്ലിക്കിലോട്ട് അടിച്ചേൽപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാര്യം ഈ പറഞ്ഞ ആൻസർ പറഞ്ഞ ആൾക്കാർ അവരുടെ ഒരു ഫേവറേറ്റ് പേഴ്സണെ പറഞ്ഞു, രേണു സുധി എന്ന പേരാ പറഞ്ഞു. ഉടൻ ഋതു ചെയ്തത് എന്താ? ഋതു അതിനെ ഭയങ്കര നെഗറ്റീവായിട്ട് എന്തോ ഒരു ബാഡ് സ്മെല്ല് കിട്ടിയതുപോലെ ഇങ്ങനെ തല ചരിച്ച് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വേറെ ആരും ഇല്ലേ ബിഗ് ബോസിൽ എന്ന് പറയുന്നുണ്ട്. തിരിച്ചെടുത്ത് വീണ്ടും വേറെ ഒരു പേര് പറഞ്ഞു. അപ്പോഴാന്ന് പറയുന്നത് സംസാരിക്കുന്നുണ്ട്. മനസ്സിലായി. അത് ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയ്ക്ക്, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക്, ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു ഐഡൻറ്റിറ്റിയിൽ നിൽക്കുമ്പോൾ ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് അന്ന് ഋതു ചെയ്തത്. കാര്യം അവരുടെ ആരോ ആയിക്കോട്ടെ, മനസ്സിലായി. ഇത് പബ്ലിക്കിലോട്ട് അത് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഈവൻ അവർ പഴയ ബിഗ് ബോസിൽ കിടന്ന് എന്തൊക്കെ കാണിച്ച് കൂട്ടിയെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാമെന്നുള്ളതാണ്. മനസ്സിലായി. അവർ ബിഗ് ബോസ് ഇരുന്നപ്പോൾ തന്നെ പുറത്തൂടെ നടന്നിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളതാണ്. പിന്നെ അവർ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഒരു ലേഡിയെ എന്തിനിങ്ങനെ ഒരു പുച്ഛിക്കണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഭയങ്കര മോശമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ.